വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ എക്സാമിൽ ഹിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസും അതിൽ NTA ഇപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീയിൽ പ്രൊവൈഡ് ചെയ്ത ആൻസേഴ്സും ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു സെഷനിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുന്നു, അതിൽ NTA പ്രൊവൈഡ് ചെയ്ത ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് നോക്കുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നീട് ഈ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ ഹിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 51 തൊട്ടുള്ള ഹിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ നോക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ട്രാവലേഴ്സിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ വിസിറ്റ് ഓഫ് ദ ഫോളോയിങ് യൂറോപ്യൻ ട്രാവലേഴ്സ് ടു ഇന്ത്യ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. നമുക്ക് തന്നിരിക്കുന്ന ട്രാവലേഴ്സ് ജോൺ മിഡൻഹാൾ, വില്യം ഫിഞ്ച്, റാൽഫ് ഫിച്ച്, തോമസ് കോറിയറ്റ്, ജീൻ ബാപ്റ്റിസ്റ്റ് ടവേർണിയർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 CABDE ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സി റാൽഫിച്ച് ആണ് ആദ്യം ഇന്ത്യയിൽ വരുന്നത്, അതിനുശേഷം ജോൺ മിഡൻഹാൾ, വില്യം ഫിച്ച്, തോമസ് കോറിയറ്റ് ആൻഡ് ജീൻ ബാപ്റ്റിസ്റ്റ് ടവേർണിയർ. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് among the following are true in connection with the ideas of physical regeneration preached by Hindu Mahasabha and its leaders in pre-independence period? Pre-independence period ഹിന്ദു മഹാസഭയും അതിലെ ലീഡേഴ്സും പ്രീച്ച് ചെയ്തിരുന്ന ഫിസിക്കൽ റീജനറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആൻസർ വരുന്നത് A, B and D ആണ്. A, the organization and its leaders drew attention to physical decadence and numerical decrease of Hindus. അവര് പ്രധാനമായും അറ്റൻഷൻ കൊടുത്തിരുന്ന ഫിസിക്കൽ ഡിക്കൈഡൻസ് ആൻഡ് ന്യൂമറിക്കൽ ഡിക്രീസ് ആണ്. അടുത്തത് M.R. Jaker called Mopla riots one of the darkest chapters in Indian nationalism, which had, however, taught Hindus to organize themselves. And D, B.S. Munje set up Central Hindu Military Education Society. B.S. Munje ആണ് സെൻട്രൽ ഹിന്ദു മിലിറ്ററി എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫൗണ്ട് ചെയ്തിരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ഭക്തി ഡിവോഷണലിസം. ഭക്തി ഡിവോഷണലിസം ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ വരുന്നത് B, C and D ആണ്. B, വല്ലഭാചാര്യ ക്രിയേറ്റഡ് അവയർനെസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൃഷ്ണ ഭക്തി. കൃഷ്ണ ഭക്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവയർനെസ് ആര് കൊടുത്തിരുന്നു? വല്ലഭാചാര്യ കൊടുത്തിരുന്നു. അതുപോലെ C, രാംദാസ് പോപ്പുലറൈസ്ഡ് ദ വേർഷിപ്പ് ഓഫ് രാമ വേർഷിപ്പുമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് രാംദാസ് പോപ്പുലറൈസ് ചെയ്തിരുന്നു. അതുപോലെ D, ശൈവിസം വാസ് സ്ട്രോങ് ഇൻ തമിഴ്നാട് ബിറ്റ്വീൻ 7th and 9th centuries. 7th സെഞ്ചുറിയിലും 9th സെഞ്ചുറിയിലും തമിഴ്നാട്ടിൽ ശൈവിസം സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ B, C and D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉദയന ദ കണ്ടംപററി ഓഫ് ബുദ്ധ ബിലോങ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ്. താഴെ പറയുന്ന ഡൈനാസ്റ്റീസിൽ ഏത് റൂളറാണ് ഉദയന? ഹി വാസ് എ കണ്ടംപററി ഓഫ് ബുദ്ധ. ബുദ്ധന്റെ കണ്ടംപററി ആയിരുന്ന ഉദയന താഴെ പറയുന്നതിൽ ഏത് ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഭരതയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഭരത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അക്കോർഡിംഗ് ടു അർത്ഥശാസ്ത്ര ദ കുപ്യധ്യക്ഷ വാസ് ഇൻ ചാർജ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അർത്ഥശാസ്ത്രയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കുപ്പധ്യക്ഷ ഏതിന്റെ ഇൻചാർജ് ആയിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ വരുന്നത് 3 ആണ്. ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ബൈ ദ ഇന്ത്യൻ ഫോഴ്സസ് ഇൻ സെപ്റ്റംബർ 1948 ടു റീസ്റ്റോർ പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി ഇൻ ഹൈദരാബാദ്. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇന്ത്യൻ ഫോഴ്സ് 1948 സെപ്റ്റംബറിൽ നടത്തിയിരുന്ന ഒരു ഓപ്പറേഷന്റെ നെയിമാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ഓപ്പറേഷൻ പോളോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാലാ റൂളേഴ്സിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഈവൻറ്റ്സ് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 CDBE and A ആണ്. ഫസ്റ്റ് C, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വിക്രമശില യൂണിവേഴ്സിറ്റി ബൈ ദ പാലാസ്. നെക്സ്റ്റ് D, ഗ്രാൻഡ് ഓഫ് 5 വില്ലേജ് ബൈ ദ പാലാസ് ഫോർ ദ മൊനാസ്ട്രി ബിൽഡ് ബൈ കിങ് Suvarnadeepa. And B, construction of the famous temple Gadadhara by the Palas. And E, Palas led an army campaign against the Kaivartas. ലാസ്റ്റ് വരുന്നത് A ആണ്. പാലാസ് ലെഡ് ക്യാമ്പയിൻ അഗേൻസ്റ്റ് കലിംഗ ആൻഡ് കാംരൂപ. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 CDBE and A ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു വാസ് ദ ഓതർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ സ്വപ്നവാസവദത്ത. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഡ്രാമയാണ് അല്ലെ സ്വപ്നവാസവദത്ത. ആരാണ് അതിന്റെ ഓതർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഭാസയാണ്. നെക്സ്റ്റ് ഒരു
സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വെർനാക്കുലർ പ്രസ് ആക്ട് ഓഫ് 1878 അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ 4 എ, ബി ആൻഡ് ഇ ആണ്. എ, ഇറ്റ് വാസ് അനദർ എക്സാമ്പിൾ ഓഫ് സീക്രട്ട് കൊളാബറേഷൻ ബിറ്റ്വീൻ ഗവർണർ ജനറൽ ലോർഡ് ലിട്ടൺ ആൻഡ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് സാലിസ്ബറി. ലോർഡ് സാലിസ്ബറിയും അതുപോലെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് ലിട്ടണും തമ്മിലുള്ള ഒരു സീക്രട്ട് കൊളാബറേഷൻ ആണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതുപോലെ ബി, ലിട്ടൺ അഡ്മിറ്റഡ് ദാറ്റ് ദിസ് മെഷർ വാസ് നോമിനലി ലെജിസ്ലേറ്റീവ് ആൻഡ് വെർച്വലി എൻ എക്സിക്യൂട്ടീവ് ആക്ട്. ഈ ഒരു വെർനാക്കുലർ പ്രസ് ആക്ട് ഓഫ് 1878 ലോർഡ് ലിട്ടൺ അഭിപ്രായപ്പെടുന്നത് അത് നോമിനലി ലെജിസ്ലേറ്റീവും അതുപോലെ വെർച്വലി എക്സിക്യൂട്ടീവ് ആക്ട് എന്നാണ്. അടുത്തത് ഇ ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഈ കോളിംഗ് ദ വെർനാക്കുലർ പ്രസ് എ ഹൈഡ്ര ലിട്ടൺ ഇന്റൻഡഡ് ആക്ട് ടു ബിഹേഡ് ഇറ്റ് ആറ്റ് വൺ സഡൻ സ്ട്രോക്ക് എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ 4 ആണ്. എ, ബി ആൻഡ് ഇ ആണ്. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ലിസ്റ്റിലുള്ളത് സെക്കൻഡ് ലിസ്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാന്നുള്ളതാണ്. അതിൽ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ഫസ്റ്റ് ആണ്. ദീൻ ബന്ധുമിത്ര, നീൽ ദർപ്പൺ, രാധാനാഥ് റായ്, മഹായാത്ര. അതൊരു ഒറിയ പോയമാണ്, ഒഡിയൻ പോയം. മധുസൂദൻ റോയ് വന്നിട്ടുള്ളത് ടു വാസന്ത് ഗാഥയാണ്. അതുപോലെ ലക്ഷ്മൺ മോറേശ്വർ, മുക്തമാല, അതൊരു കന്നഡ ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് റെവല്യൂഷണറി ഓർഗനൈസേഷന് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് തന്നിട്ടുള്ള ഓർഗനൈസേഷൻസ് മിത്രമേള, അഭിനവ് ഭാരത്, മിദിനാപൂർ സൊസൈറ്റി, അനുശീലൻ സമിതി ബൈ സതീഷ് ചന്ദ്രബാസു ആൻഡ് ഡെക്ക അനുശീലൻ സമിതിയാണ്. അതിൽ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് എ ഫസ്റ്റ് ആണ്. എ, സി, ഡി, ബി ആൻഡ് ഇ. മിത്രമേള 1899 ആണ്. അഭിനവ് ഭാരത് 1904 ആണ്. മിദിനാപൂർ സൊസൈറ്റി 1902 ആണ് വന്നിട്ടുള്ളത്. ഡെക്കാൻ അനുശീലന സമിതി 1905 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ് അബൌട്ട് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861. 1861 കൗൺസിൽ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അതിൽ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. എ, ബി, ഡി ആൻഡ് ഇ ആണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ലിസ്റ്റ് വിത്ത് മാച്ച് ലിസ്റ്റ് 2 ആണ്. അതിൽ ഫൗണ്ടേഴ്സും അതുപോലെ ഓർഗനൈസേഷനും ആണ് തന്നിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് ലാസ്റ്റ് ഓപ്ഷൻ 4 ആണ്. എ, 2 GW ലൈദർ, അഞ്ജുമാനി പഞ്ചാബ്, അതുപോലെ സത്യാനന്ദ് അഗ്നിഹോത്രി, ദേവ് സമച്ച്, തുളസിറാം, രാധാ ഓമി സത്സ, ആത്മരാം പണ്ഡുരാഗ്, പ്രാർത്ഥന സമച്ച് എന്നാണ് ഇതിൽ മാച്ച് ആയിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ പ്രയാഗ് പ്രശസ്തി ഓഫ് സമുദ്രഗുപ്ത ആർ കറക്റ്റ്. സമുദ്രഗുപ്തയുടെ പ്രയാഗ് പ്രശസ്തിയിൽ വന്നിട്ടുള്ള താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അതിൽ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് എ, ബി, ഡി ഓൺലി ആണ്. എ, ഇറ്റ് വാസ് ബോത്ത് റിട്ടൺ ഇൻ വേഴ്സ് ആൻഡ് പ്രോസ്. വേഴ്സിലും പ്രോസിലും ഇത് എഴുതിയിട്ടുണ്ട്. അതുപോലെ ദ വോൾ പ്രശസ്തി കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ഗിഗാന്റിക് സെന്റൻസ്. ഒരു വോൾ സിംഗിൾ ഗിഗാന്റിക് സെന്റൻസിലാണ് ഈ ഒരു പ്രശസ്തി കൺസിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഡി, ദ മിലിറ്ററി കോൺക്വസ്റ്റ് ഷോൺ ഹിയർ സെർവ്ഡ് ആസ് ദ മോഡൽ ഫോർ കാളിദാസസ് രഘുവംശ. എ, ബി ആൻഡ് ഡി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഹു വാസ് ദ ഓതർ ഓഫ് മഹാഭാഷ്യ. മഹാഭാഷ്യന്റെ ഓതർ പതഞ്ജലിയാണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ശിവജീസ് അഡ്മിനിസ്ട്രേഷൻ. ശിവജീസ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതിൽ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് ആദ്യത്തേതാണ്. എ, ബി ആൻഡ് സി ആണ്. ശിവജി പ്രിഫേർഡ് ഗിവിംഗ് ക്യാഷ് സാലറീസ് റാദർ ദാൻ റവന്യൂ ഫ്രീ ഗ്രാൻസ്. ശിവജി ഫ്രീ ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്നതിനേക്കാൾ പ്രിഫറൻസ് കൊടുത്തിരുന്നത് ക്യാഷ് സാലറീസ് കൊടുക്കാനാണ്. അതുപോലെ ബി, ഹി പ്രൊഹിബിറ്റഡ് ഇല്ലീഗൽ എക്സാക്ഷൻസ് ഓഫ് മിറാസ്താസ്. മിറാസ്താസ് ലാൻഡ് ഓണേഴ്സ് ആണ്. ലാൻഡ് ഓണേഴ്സിന്റെ ഇല്ലീഗൽ എക്സാക്ഷൻസ് ഒക്കെ അദ്ദേഹം പ്രോഹിബിറ്റ് ചെയ്തിരുന്നു. അതുപോലെ ശിവജി വാണ്ടഡ് ടു റിഫോം ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ദാറ്റ് ക്രിയേറ്റ് എ ന്യൂ വൺ. നിലവിലുള്ള അഡ്മിനിസ്ട്രേഷനേക്കാൾ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഫസ്റ്റ് എ, ബി ആൻഡ് സി ആണ് ആദ്യത്തെ ഓപ്ഷൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് who among the following mention about Devaraya II that this later prince has in dominion 300 ports each which is equal to Calicut. കാലിക്കറ്റ് പോർട്ടിന് സമാനമായ 300ഓളം പോർട്സ് അധീനതയിലായിരുന്ന ഒരു പ്രിൻസിനെ കുറിച്ചിട്ട് പ്രിൻസ് ആയിരുന്നു ദേവരായ സെക്കൻഡ് എന്ന് ഒരു ട്രാവലർ പറഞ്ഞിരുന്നു. ആരാണ് ആ ട്രാവലർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 4 അബ്ദുൾ റസാഖ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് ഡിഡ് ശിവജി ഹാൻഡ് ഹിസ് മിഡ് അറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ 2 റായ്ഗർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ദ യാദവ ബുദായ ഓർ ദ ലൈഫ് ഓഫ് ലോർഡ് കൃഷ്ണ വാസ് കമ്പോസ്ഡ് ബൈ. യാദവ ബുദായ എന്ന വർക്ക് ആരാണ് കമ്പോസ്ഡ് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്, വേദാന്ത ദേശികയാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. താഴെ തന്നിട്ടുള്ള ഇവന്റ്സ് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിന്റെ ആൻസർ ABDEC ആണ് ആൻസർ. ഓപ്ഷൻ 4 എ സെറ്റിംഗ് അപ്പ് ഓഫ് ഹിന്ദു ബാലിക വിദ്യാലയ ഇൻ കൽക്കട്ട. കൽക്കട്ടയിൽ ഹിന്ദു ബാലിക വിദ്യാലയ ഫൗണ്ട് ചെയ്തത് 1849 അതുപോലെ സെറ്റിംഗ് അപ്പ് ലാഹോർ യൂണിവേഴ്സിറ്റി കോളേജ്. ഡി സെറ്റിംഗ് ഓഫ് ഹണ്ടർ കമ്മീഷൻ 1882 പിന്നെ ഈ ഫൗണ്ടിങ് ഓഫ് അലഹബാദ് യൂണിവേഴ്സിറ്റി 1887 ആൻഡ് ലാസ്റ്റ് സി ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904 വന്നത്. കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് ഓപ്ഷൻ 4 ആണ്. അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് among the following are true about വേവൽ പ്ലാൻ ആൻഡ് സിംല കോൺഫറൻസ്. സിംല കോൺഫറൻസും വേവൽ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് ഓപ്ഷൻ 3 ആണ്, ABC. എ വേവൽ പ്ലാൻ റിസീവ്ഡ് യുണാനിമസ് സപ്പോർട്ട് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻക്ലൂഡിംഗ് ലേബർ പാർട്ടി. ലേബർ പാർട്ടി അടക്കമുള്ള ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്ന് സപ്പോർട്ട് ലഭിച്ചിരുന്നു. അതുപോലെ ബി അറ്റ് ദ കോൺഫറൻസ് മാസ്റ്റർ താരാസിംഗ് റെപ്രസെന്റ് ദ സിക്സിനെ റെപ്രസെന്റ് ചെയ്തിരുന്നത് മാസ്റ്റർ താരാസിംഗ് ആയിരുന്നു. അതുപോലെ സി മുസ്ലിം ലീഗ് റെഫ്യൂസ്ഡ് ടു സബ്മിറ്റ് ഇറ്റ്സ് ലിസ്റ്റ് ഓഫ് നെയിംസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. എക്സിക്യൂട്ടീവ് കൗൺസിലേക്കുള്ള നെയിംസിന്റെ ലിസ്റ്റ് കൊടുക്കാൻ മുസ്ലിം ലീഗ് സമ്മതിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ്. 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. A, B and C ഓൺലി. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഹിസ്റ്റോറിയൻ wrote the following about the revolt of 1857. The miseries and the bloodshed of 1857-58 were not the birth pang of the freedom movement in India, but the dying groans of an obsolete autocracy and centrifugal ഫ്യൂഡലിസം ഓഫ് ദ മിഡീവൽ ഏജ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 1857 റിവോൾട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് MC മജൂംദാർ. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് യജ്ന ഈസ് നോട്ട് കൺസിഡേഴ്സ് ആസ് മഹായജ്ന. മഹായജ്ഞയായി കൺസിഡർ ചെയ്യാത്ത യജ്ന താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് ആണ്, വാജ്പേയ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ഡസ് ദ വേർഡ് സ്വന്തർ റെഫേഴ്സ് ടു. സ്വന്തർ എന്നുള്ള വേർഡ് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 3 ആണ്, അഗ്രികൾച്ചറൽ ലോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് who among the following founded the Indian Home Rule Society in London. ലണ്ടനിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ഫൗണ്ട് ചെയ്തത് ശ്യാംജി കൃഷ്ണവർമ്മയാണ്. തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വന്നിട്ടുള്ളത് തേർഡ് ABD&E ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് വന്നിട്ടുള്ളത്. അതിൽ എ വിഷ്ണുഗോപ വാസ് എ പല്ലവ കിങ്, കീർത്തിവർമ്മൻ വാസ് എ ചാലൂക്യൻ റൂളർ. അതുപോലെ ഡി ഇന്ദ്ര വാസ് എ രാഷ്ട്രകൂട കിങ്, ഇ സിംഹവിഷ്ണു വാസ് എ പല്ലവ കിങ്. ഇതിൽ റോങ് ആൻസർ സി ആണ്, യശോവിഗ്രഹ വാസ് എ കാലാചൂരി കിങ്. യശോവിഗ്രഹ കാലാചൂരി കിങ് അല്ല, അദ്ദേഹം ഗഹദവാല കിങ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇൻ ഹിസ് ഓട്ടോബയോഗ്രഫി മഹാത്മാഗാന്ധി ഡിസ്ക്രൈബ്ഡ് ദ മാജിക് സ്പെൽ ഓഫ് ദിസ് ബുക്ക് ഓൺ ഹിം. ഐ റോസ് വിത്ത് ദ ഡൗൺ റെഡി ടു റെഡ്യൂസ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ടു പ്രാക്ടീസ്. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ മെൻഷൻ ചെയ്ത ഒരു ബുക്കിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. ആൻസർ വന്നിട്ടുള്ളത് സെക്കൻഡ് ആണ്, ജോൺ റസ്കിൻസ് അൺ ടു ദിസ് ലാസ്റ്റ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സ്കോളേഴ്സും അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും ആണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. കറക്റ്റ് ആൻസർ 4 ആണ്. A3 പെർസീവൽ സ്പിയർ ഡിസ്ക്രൈബ്ഡ് മൻസബ്ദാസ് ആസ് എലൈറ്റ് വിത്ത് എലൈറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ബി ഡൗഗ്ലസ് ട്രിയോസ് ആൻഡ് മൻസബ്ദാരി സിസ്റ്റം വാസ് എ പൊളിറ്റിക്കൽ കോംപ്രമൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സി സ്റ്റീഫൻ ബ്ലേക്ക് ഡിഫൈൻഡ് മുഗൾ എംപയർ ആസ് എ പാട്രിമോണിയൽ ബ്യൂറോക്രാറ്റിക് എംപയർ. ഡി ജോൺ എഫ് റിച്ചാർഡ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മൻസബ്ദാരി എമുലേറ്റഡ് ദ ടെർമിനോളജി ഓഫ് ഇസ്ലാമിക് കോർപ്പറേറ്റ് മിലിറ്ററി സിസ്റ്റം. ഇസ്ലാമിക് കോർപ്പറേറ്റ് മിലിറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം മൻസബ്ദാരി സിസ്റ്റത്തെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ഇന്ത്യൻ മ്യൂസിക്. ഇന്ത്യൻ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആൻസർ A, C, D, E ഓൺലി ആണ്. എ ദ പഞ്ചമ ഇസ് ദ രാഗ മോസ്റ്റ് ക്ലോസ്ലി കറസ്പോണ്ടിങ് ടു ദ യൂറോപ്യൻ മേജർ സ്കെയിൽ. സി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റഡ് ടൈം ഫോർ പെർഫോമിംഗ് ദ കൗസിക രാഗ ഇസ് നൈറ്റ്. കൗസിക രാഗ പെർഫോം ചെയ്യുന്നതിനുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ടൈം നൈറ്റ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ ഡി ദ പഞ്ചമ ഇസ് നോട്ട് അമംഗ് ദ 6 ഒറിജിനൽ രാഗാസ്. പഞ്ചമ 6 ഒറിജിനൽ രാഗാസിൽ പെട്ടതല്ല എന്ന് പറയുന്നു. അതുപോലെ ഈ ദീപക രാഗ ഇസ് അസോസിയേറ്റഡ് വിത്ത് ലവ്. ദീപക രാഗ ലവ് ആയിട്ട് അസോസിയേറ്റഡ് ചെയ്തിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 3, A, C, D, E ഓൺലി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ ആൻസർ 3, A, C, D, and E എന്നുള്ളതാണ്. എ മേധതിഥി വൊറോട്ട് ഓൺ ലോ. മേധതിഥി ലോയിലാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ ബോജ wrote on astronomy and politics. ബോജ അസ്ട്രോണമിയിലും പൊളിറ്റിക്സിലും ബന്ധപ്പെടുത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഡി ബട്ടോട്ട്പാല wrote on astrology. അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ബട്ടോട്ട്പാല എഴുതിയിട്ടുണ്ട്. അതുപോലെ ശ്രീധര wrote on mathematics. മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ശ്രീധര എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത്. അപ്പോൾ 3, A, C, D ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് റിഗാർഡിംഗ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആൻഡ് ക്വീൻ പ്രൊക്ലമേഷൻ who observed that in conceptual terms the British who had started their rule as outsiders became insiders by vesting in their monarch the sovereignty of India. ഈ ഒരു 1857 റിവോൾട്ടിന് ശേഷം വന്നൊരു ആക്ട് ആണ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഈ ഒരു ആക്ടിൽ ബ്രിട്ടീഷേഴ്സ് ഔട്ട്സൈഡേഴ്സ് ആയിട്ട് ഭരിക്കുന്നതിന് പകരം പിന്നീട് ഇൻസൈഡേഴ്സ് ആയിട്ട് സോവറിനിറ്റി ഓഫ് ഇന്ത്യയിൽ അതോറിറ്റി സ്ഥാപിക്കണം. അതിനെ കുറിച്ചിട്ട് ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഫസ്റ്റ് ബെർണാഡ് ഖോൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വുമൻ ദ ഫോളോയിങ് സ്റ്റാർട്ടഡ് ദ വീക്കിലി സദാരക് പ്രചാരക്. സധർമ്മ പ്രചാരക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീക്കിലി ആരാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 3 ലാല മുൻഷിറാം ആണ്. Next question, how many businessmen signed on Bombay Manifesto 1936, which was an open indictment of Nehru's preaching of socialist ideas? 1936 ബോംബെ മാനിഫെസ്റ്റോയിൽ എത്ര ബിസിനസ്മാൻസ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ 4, 21 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ദ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു എക്സിസ്റ്റന്റ് ഇൻ ദ ഇയർ. ഏത് ഇയറിലാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ 2, 1921 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ ആൻസർ A, B, C, D ആണ്. ദിദർഗഞ്ച് യക്ഷി ബിലോങ് ടു ദ മൗര്യൻ സ്കൂൾ ഓഫ് ആർട്ട്. ദിദർഗഞ്ച് യക്ഷി മൗര്യൻ സ്കൂൾ ഓഫ് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദ സാഞ്ചി ടോസോ ഇസ് എ ഫേമസ് ഗുപ്ത സ്കൾപ്ചർ. ഗുപ്ത സ്കൾപ്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സാഞ്ചി ടോസോ. പിന്നെ അതുപോലെ ദ സുൽത്താൻഗഞ്ച് ബുദ്ധ ഇസ് ഡേറ്റഡ് ടു ഗുപ്ത പീരിയഡ്. സുൽത്താൻഗഞ്ച് ബുദ്ധ ഗുപ്ത പീരിയഡിലുള്ളതാണ്. അതുപോലെ ഡി ദ സാരനാഥ് ബുദ്ധ ഇസ് ധർമ്മചക്ര ബുദ്ധ ഈസ് എ സ്പെസിമെൻ ഓഫ് ഗുപ്ത സ്കൾപ്ചർ. ധർമ്മചക്ര മുദ്ര അത് ഗുപ്ത സ്കൾപ്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതാണ് ഈ ഒരു 85th ക്വസ്റ്റ്യനിലുള്ള ആൻസർ ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 86 ക്വസ്റ്റ്യൻ ആണ്. അതിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അതിൽ മാച്ച് ദ ലിസ്റ്റ് വിത്ത് ലിസ്റ്റ് 2. ഫസ്റ്റ് രാംബാഗ് ആണ്. അതൊരു ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് മുഗൾ ഗാർഡൻസും അത് ആരുടെ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുമാണ്. ഓപ്ഷൻ എ
രാംബാഗ് അത് നൂർജഹാന്റെ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. ബി സഹാറാബാഗ് മുംതാസ് മഹലിന്റെ കാലഘട്ടത്തിലാണ് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. സി ഷാലിമാർ ഗാർഡൻ അത് അക്ബർബാദി ബീഗത്തിന്റെ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. ഡി സാഹിബാബാദ് അത് ജഹനാര ബീഗത്തിന്റെ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 86ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മറാത്ത ഒഫീഷ്യൽസും അവരുടെ റെസ്പോൺസിബിലിറ്റീസും മാച്ച് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 2 ആണ്. എ ത്രിച്ചിത്നിസ് കറസ്പോണ്ടൻസ് ആണ്. അതുപോലെ ബി 4 ആണ്. ദാബിദ് ഡീൽ വിത്ത് ഫോറിൻ അഫയേഴ്സ് ആണ്. അതുപോലെ C2 പണ്ഡിത് റാവോ ചാരിറ്റബിൾ ഗ്രാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ വാക്കിയ നാവിസ് ഹൗസ് ഹോൾഡ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അണ്ടർ പുരാണ എത്തിക്സ്? പുരാണ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിൽ ആൻസർ വന്നിട്ടുള്ളത് ആൻസർ 2 ആണ്. ABC ആണ് ആൻസർ. അതിൽ എ ദ പുരാണിക് ഗോഡ്സ് ആർ വേർഷിപ്പഡ് ത്രൂ ഒബ്ലേഷൻ ഇൻ ദ ഫയർ. ഫയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പുരാണിക് ഗോഡ്സിനെ ആരാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. ബി ദ ആൻസസ്റ്റേഴ്സ് ആർ propitiated by turban. C സന്യാസ is the stage where one gains knowledge. ഒരാൾ നോളജ് ഗെയിൻ ചെയ്യുന്ന സ്റ്റേജ് ആണ് നമുക്ക് സന്യാസ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 2 ആണ്. ABC ഓൺലി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. അതിൽ എപ്പോഹ ബുദ്ധിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ ബി ശലക പുരുഷ അത് ജൈനിസമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സി ദേവരാധ സിമ്മയ്യ വീരശൈവി ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ലാസ്റ്റ് അഭിനവ ഗുപ്ത കാശ്മീർ ശൈവിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ദ ഗിൽഡ് ആൻഡ് കോർപ്പറേറ്റ് ബോഡീസ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ? ആൻഷ്യന്റ് ഇന്ത്യയിലെ കച്ചവട ശ്രേണികളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് ABC ആണ്. ശ്രേണീസ് ഫോർ ദ ക്രാഫ്റ്റ് ഗിൽഡ്സ് ആയിരുന്നു. ജത്തഗാസ് ഫോർ ദ ചീഫ്സ് ഓഫ് ദ ഗിൽഡ്സ് ഓർ കോർപ്പറേറ്റ് ബോഡീസ് ആയിരുന്നു. ഗിൽഡ്സിന്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോഡീസിന്റെ ചീഫ് ആയിരുന്നു ജത്തഗാസ്. അതുപോലെ സി ദ ചീഫ് മെർച്ചന്റ് വാസ് കോൾഡ് സെത്തി. ചീഫ് മെർച്ചൻസ് പറഞ്ഞിരുന്നത് സെത്തി എന്നിരുന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് നെയിം വാസ് ചേഞ്ച്ഡ് ടു സുൽത്താൻപൂർ ബൈ മുഹമ്മദ് ബിൻ തുഗ്ലക്? മുഹമ്മദ് ബിൻ തുഗ്ലക് ഏതൊരു സിറ്റിന്റെ നെയിമാണ് സുൽത്താൻപൂർ എന്ന് ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 1 വാരങ്കലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഗുഡ് മെൻസ് ഫ്രണ്ട്ഷിപ്പ് ഈസ് ലൈക്ക് ബ്യൂട്ടി ഓഫ് ഗുഡ് ബുക്ക്. ഇറ്റ് ഡസ് നോട്ട് ലോസ് ഇറ്റ് ഫ്രഷ്നെസ് ബട്ട് ഗിവ്സ് ഇൻക്രീസ്ഡ് പ്ലഷർ എവറി ഡേ. ജസ്റ്റ് ആസ് വിത്ത് ഡീപ്പർ സ്റ്റഡി വൺ ഡിറൈവ്സ് എൻഹാൻസ്ഡ് പ്ലഷർ ഫ്രം ബുക്ക്. ദ റൈറ്റർ ഓഫ് ദിസ് മാക്സിം ഈസ്. ഇതൊരു ഒരു ബുക്കിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു നല്ലൊരു മനുഷ്യന്റെ ഗുഡ് മെന്റെ ഫ്രണ്ട്ഷിപ്പ് അത് ലൈക്ക് ദ ബ്യൂട്ടി ഓഫ് ഗുഡ് ബുക്ക്. അതൊരു ഗുഡ് ബുക്കിന്റെ ഒരു ബ്യൂട്ടി ആയിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതൊരു വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ഓപ്ഷൻ വന്നിട്ടുള്ളത് 4 തിരുവള്ളുവർ ഇൻ ദ തിരുക്കുറർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, who among the following started the Arya, the first paper of the ആര്യ സമിറ്റ് in 1882? അതായത് 1882 ആര്യ സമിറ്റിന്റെ ഫസ്റ്റ് പേപ്പർ ആയിരുന്ന ആര്യ ആരാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത് ഫസ്റ്റ് ആണ്. ലാല രത്തൻ ചന്ദ് ആ ഒരു ആര്യ എന്നുള്ള ഒരു പേപ്പർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. താഴെ തന്നിരിക്കുന്ന ചേഞ്ചസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് ഫോളോയിങ് ചേഞ്ചസിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 4 ആണ്. EBCDA ആണ് അതിന്റെ ആൻസർ വന്നിട്ടുള്ളത്. Next question, which of the following are correct with regard to the water harvesting and management in Indian subcontinent during ancient period? Ancient periodലുള്ള വാട്ടർ ഹാർവെസ്റ്റിംഗ് അതുപോലെ മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത് 2 ആണ്. BCD and E ആണ്. B, the Great Bath at Mohenjo-daro has provisions
ഫോർ ദ സപ്ലൈ ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ്സ് ഔട്ട്ലെറ്റ്. മോഹൻജദാരയിലെ ഗ്രേറ്റ് ബാത്തിൽ നിന്നുള്ള വാട്ടർ സപ്ലൈറ്റ് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ സി, ദ എവിഡൻസ് ഓഫ് ചെക്ക് ഡാംസ് വേർ ഡിസ്കവേർഡ് അറ്റ് മെഹർഗർ. മെഹർഗറിൽ നിന്ന് ഡാം ഡിസ്കവർ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അതുപോലെ ഡി, ദ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് അറ്റ് ഷോട്ടുഗൈ ഇൻഡിക്കേറ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് കനാൽ സിസ്റ്റം. ഷോട്ടുഗൈയിൽ നിന്ന് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിൽ നിന്ന് ഒരു കനാൽ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് തെളിവ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ ദ എക്സ്കവേഷൻ അറ്റ് ധോളവീര ബ്രോട്ട് ടു ലൈറ്റ് അറ്റ് ദ എവിഡൻസ് ഓഫ് റിസർവിയർ. ഈ ഒരു ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ ഒരു ശരിയായിട്ട് വന്നിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ 2 ആണ്. ബി, സി, ഡി ആൻഡ് ഇ ആണ് ആൻസർ വന്നിട്ടുള്ളത്. Next question. A Punjabi weekly in Gurmukhi script named Swadesh Sevak was published by Punjabi weekly. Gurmukhi സ്ക്രിപ്റ്റിലുള്ള പഞ്ചാബി വീക്കിലി ആയിരുന്ന സ്വദേശ് സേവാക് ആരാണ് പബ്ലിഷ് ചെയ്തിരുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വരുന്നത് 3 ആണ്. ഹർനാം സിംഗ് ആണ്. Next question. Arrange the following Paramara rulers in chronological orders of their rule. Paramara rulersന്റെ chronological order ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആൻസർ വരുന്നത് 3 ആണ്. സി, എ, ഡി, ബി, ഇ ആണ് ആൻസർ വന്നിട്ടുള്ളത്. അടുത്തത് ഗഞ്ചി സവായ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് 3 ആണ്. ഷിപ്പാണ് അതിന്റെ ആൻസർ വന്നിട്ടുള്ളത്. അതുപോലെ വാട്ട് ആർ ദ ശതവാഹനാസ് കോൾഡ് ഇൻ ദ പുരാണാസ്. പുരാണാസിൽ ശതവാഹനാസിനെ കുറിച്ചിട്ട് എന്താണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന് ആൻസർ വന്നിട്ടുള്ളത് സെക്കൻഡ് ആന്ധ്രാസ് എന്നാണ്. അടുത്തതൊരു മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ട്രാവലേഴ്സ്, ഇന്ത്യയിൽ വന്നിട്ടുള്ള ട്രാവലേഴ്സും അവരുടെ നാഷണാലിറ്റി ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ 2 ആണ്. A2, B4, C3 ആൻഡ് D1. തോമസ് കോരിയറ്റ് ഇംഗ്ലീഷ് ആണ്. ജീൻ ചാർഡിയൻ ഫ്രഞ്ച് ആണ്. അതുപോലെ ഫ്രാൻസിസ്കോ പെൽസേർട്ട് ഡച്ച് ആണ്. നുനിസ് പോർച്ചുഗീസ് ആണ്. കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 2 ആണ്. അടുത്തതും ഒരു മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബുക്സും അവരുടെ ഓതേഴ്സ് ആരാണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് 3 ആണ്. എ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്റോറിക് ടൈംസ് ടു ദ ഫോൾ ഓഫ് വിജയനഗർ. അത് എഴുതിയിട്ടുള്ളത് നീലകണ്ഠ ശാസ്ത്രിയാണ്. സെക്കൻഡ്, ദ ഇന്ത്യൻ മുസൽമാൻസ് എഴുതിയിട്ടുള്ളത് W ഹണ്ടർ ആണ്. സി, റവല്യൂഷണറീസ് എഴുതിയിട്ടുള്ളത് സഞ്ജീവ് സന്യലാണ്. അതുപോലെ ദ എക്സ്ട്രീമിസ്റ്റ് ചാലഞ്ച് എന്നുള്ള ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് അമൽസ് ത്രിപതിയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത് 3 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് സെഷൻ ഓഫ് മുസ്ലിം ലീഗ് ഇൻവൈറ്റഡ് ഉലമ ആൻഡ് ഗേവ് ദം പബ്ലിക് പ്രൊമിനൻസ്. ഉലമയെ ക്ഷണിക്കുകയും അവർക്കൊരു പബ്ലിക് പ്രൊമിനൻസ് കൊടുക്കുകയും ചെയ്തൊരു മുസ്ലിം ലീഗിന്റെ സെഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് 3, ഡൽഹി സെഷൻ 1918 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ദ ഹരിശ്ചന്ദ്ര കാവ്യം ഓഫ് രാഘവാങ്ക വാസ് റിട്ടൺ ഇൻ വിച്ച് ലാംഗ്വേജ്. ഹരിശ്ചന്ദ്ര കാവ്യം ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് 4, കന്നഡയാണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സമ്പൂർ നാനക് പബ്ലിഷ്ഡ് എ പാംലെറ്റ് ഇൻ ഏപ്രിൽ 1934 പ്രപ്പോസിംഗ് ദ ഫോർമേഷൻ ഓഫ് ഓൾ ഇന്ത്യ സോഷ്യലിസ്റ്റ് പാർട്ടി. വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ഇറ്റ്. ഓൾ ഇന്ത്യ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സമ്പൂർ നാനന്ദ് 1934 ഒരു പാംലെറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ ആൻസർ വന്നിട്ടുള്ളത് A, B ആൻഡ് E ആണ്. A, while drafting the tentative socialist program, he consistently kept India's cultural, historical, political and economical background before him. ഒരു സോഷ്യലിസ്റ്റ് പ്രോഗ്രാമിന്റെ ഒരു താൽക്കാലിക രൂപരേഖ തയ്യാറാക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതുപോലെ B, he made no attempt to follow Leninism. ലെനിനിസം ഫോളോ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് അദ്ദേഹം നടത്തിയിരുന്നില്ല. അതുപോലെ E, it sought freedom of worship. അദ്ദേഹം തയ്യാറാക്കിയ ആ ഒരു പാംലെറ്റിൽ ആരാധനയ്ക്കുള്ള ഫ്രീഡം അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആണ് A, B ആൻഡ് E ആണ് ഇതിൽ ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ 7 ബുക്സ് സപ്തപകരണാസ് ഓഫ് അഭിധമ്മ പീഠക. അഭിധമ്മ പീഠകയിലുള്ള സപ്തപകരണാസിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ആൻസർ വന്നിട്ടുള്ളത് 4, മഹാനിദ്ദേശിയാണ്. അടുത്തതൊരു മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നിട്ടുള്ളത് കൃഷ്ണ, കുബേര, പാർവതി, സിതാല ഡയറ്റീസിന്റെ നെയിമും സെക്കൻഡിൽ അവരുടെ മറ്റ് ഫോം അല്ലെങ്കിൽ റീജിയണൽ നെയിംസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ A, കൃഷ്ണ റിലേറ്റഡ് വിത്ത് മായോൺ, അത് കൃഷ്ണയുടെ തമിഴ് നെയിമാണ്. അതുപോലെ കുബേര റിലേറ്റഡ് വിത്ത്
വൈശർവണ, അതുപോലെ പാർവതി, അന്നപൂർണ, സിതാല സിതാല വന്നിട്ടുള്ളത് മറിയമ്മൈ എന്നുള്ള ആൻസർ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ആൻസർ 4 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, അറൈസ് ദ ഫോളോയിങ് ഇവന്റ്സ് ഓഫ് അക്ബർസ് റൈൻ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അക്ബറിന്റെ റൈനിൽ നടന്നിട്ടുള്ള ഇവന്റ്സിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത് 4 CABDE ആണ്. സി, ഫൗണ്ടേഷൻ ഓഫ് ഫത്തേപൂർ സിക്രി 1571 എ, ഇൻവേഷൻ ഓഫ് ഖാൻഡേഷ്, അതുപോലെ ബി, ഫസ്റ്റ് ജീസസ് മിഷൻ അറ്റ് ആഗ്ര, ഡി, which arrives at ആഗ്ര, അതുപോലെ ഈ അനക്സേഷൻ ഓഫ് കാശ്മീർ നടന്നിട്ടുള്ളത് 1586 ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അറേഞ്ച് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ വിച്ച് വർ ഫോമഡ് ബിറ്റ്വീൻ 1876 to 1885. നമ്മുടെ ഒരുപാട് ആ ഒരു കോൺഗ്രസിന്റെ ആ ഒരു ഫോർമേഷന്റെ കാലഘട്ടത്തിൽ നടന്ന കുറച്ച് ഓർഗനൈസേഷന്റെ ക്രോണോളജിക്കലി ഓർഡർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ, മഹാജൻ സഭ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, ഇന്ത്യൻ ലീഗ്. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് ആണ്, AEBC ആൻഡ് D ആണ് വന്നിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ വേർഡ് കാമിൻ, മാഹിൻ, കിർപ്പാസ് ആൻഡ് ഖാന, ചാപ്പ് ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഈ വേർഡ്സ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ 3 ടെക്സ്റ്റൈൽസ് ആണ്. അടുത്തത് ഒരു മാച്ച് ദ ലിസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ വന്നിട്ടുള്ളത് സഖാരാം ഗണേഷ് ദവേഷ്കർ, ദഷീർ കഥ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ രവീന്ദ്രനാഥ് ടാഗോർ, സ്വദേശി ഭണ്ഡാർ ആണ് വന്നിട്ടുള്ളത്. ഒറബിന്ദോ ഘോഷ്, അദ്ദേഹത്തിന്റെ വർക്കാണ് ന്യൂ ലാംപ്സ് ഫോർ ഓൾഡ്. അതുപോലെ സർലാദേവി, ലക്ഷ്മീർ ബന്ദാർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഭഗവത്ഗീത മഹാഭാരതയാണ്. ബി, ഹർഷചരിത എഴുതിയിട്ടുള്ളത് ബാണഭട്ടയാണ്. സി, മിലിന്ദ പൻഹോ ബുദ്ധിസോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ പൗമചര്യം ജൈനിസോ ആയിട്ട് റിലേറ്റ് ചെയ്ത വർക്കാണ്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 3 ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത്, വിച്ച് മറാത്ത ലീഡർ കെയിം ഫോർ റെസ്ക്യൂ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ആംഗ്ലോ-മറാത്ത വാർ 1780 when the British decided to invade മാൾവ ഇൻവാഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മറാത്ത ലീഡർ റെസ്ക്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഏത് മറാത്ത ലീഡർ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് മഹദ്ജി സ്കിന്ധ്യ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ആൻഷ്യന്റ് സെർമണീസും അതിന്റെ ഡെഫിനിഷനാണ് തന്നിട്ടുള്ളത്. അതിൽ A3 പുംസാവന, എ സെർമണി ടു പ്രൊക്യൂർ മെയിൽ ചൈൽഡ്, സ്നാതക, വൺ who ഹാസ് bathed ആണ് ക്വസ്റ്റ്യൻ എന്നാണ് ആൻസർ വന്നിട്ടുള്ളത്. അതുപോലെ സി, സിമന്തോനായന, എ സെർമണി ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് ചൈൽഡ് ഇൻ ദ വോംബ്. അതുപോലെ സമവർത്തന, എ സ്പെഷ്യൽ ഹോം കമ്മിങ് സെർമണി ആണ് വന്നിട്ടുള്ളത്. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who was instrumental in arranging a meeting between രാഷ്ബിഹാരി ബോസ് ആൻഡ് സൻ യത് സെൻ ഇൻ ജപ്പാൻ? ആൻസർ വന്നിട്ടുള്ളത് ഭഗവന്ത് സിംഗ് ആണ്. നെക്സ്റ്റ്, അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഓഫ് 15th century in chronological order. 15th സെഞ്ചുറിയിലെ ചില ഇവന്റ്സ് തന്നിട്ട് അത് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആൻസർ വന്നിട്ടുള്ളത് 4 EBADC ആണ്. ഈ നിക്കോളോ കോണ്ടി വിസിറ്റ് വിജയനഗർ. അതുപോലെ ബി, ട്രാൻസ്ഫർ ഓഫ് ബാമിനി ക്യാപിറ്റൽ ഫ്രം ഗുൽബർഗ ടു ബിദർ. അത് 1425 എ, അബ്ദുൾ റസാഖ് കംസ് ടു ഇന്ത്യ. അതുപോലെ ഡി, ഫൗണ്ടേഷൻ ഓഫ് ജോധ്പൂർ. സി, ബർത്ത് ഓഫ് ഗുരുനാനക് 1569. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 4 ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത്, അക്കോർഡിംഗ് ടു whom is വാസുദേവ് വൽവന്ത് ഫാൽക്കെ റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് മിലിറ്റന്റ് നാഷണലിസം ഇൻ ഇന്ത്യ? ആൻസർ വന്നിട്ടുള്ളത് 2 RC മജൂംദാർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റോക്ക് എഡിക്റ്റ് ഓഫ് അശോക മെൻഷൻ അബൌട്ട് ഇറ്റ് കോൺക്വസ്റ്റ് ഓഫ് കലിംഗ? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കോൺക്വസ്റ്റ് ഓഫ് കലിംഗ അശോകന്റെ ഏത് റോക്ക് എഡിക്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് റോക്ക് എഡിക്റ്റ് 13 ആണ്. 3 ആണ് ആൻസർ വന്നിട്ടുള്ളത്. അടുത്തത്, അറേഞ്ച് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. താഴെ തന്നിട്ടുള്ള ഓർഗനൈസേഷൻസ് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ്. അതിൽ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത് 4 AEDCB ആണ്. എ, പരമഹംസ മണ്ഡലി. ഈ, രഹനുമായി മസേന്ദൻ സഭ. അതുപോലെ ഡി, പ്രാർത്ഥനാ സമജ്.
സി ആര്യസമാജ്. ആര്യസമാജ് 1875 അതുപോലെ ബി അദ്വൈത സഭ ഓഫ് കുംഭകോണം. 4 ആണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് among the following are true regarding the indigo disturbances at Nadia, Murshidabad and Pabna in 1859 ആണ്. ആൻസർ വന്നിട്ടുള്ളത് ABC, D ഓൺലി ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓതേഴ്സും അവരുടെ ബുക്സ് ഓർ പാംലെറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതിൽ എ ദയാനന്ദ സരസ്വതി, ഗൗഗരാനന്ദി ആണ് വന്നിട്ടുള്ളത്. അതുപോലെ കൻഹ്യാലാൽ അലക്താരി വന്നിട്ടുള്ളത് 3 ആണ്. ചിരാഗ് ഹക്കീക്കത്ത് ആണ്. അതുപോലെ സി ശ്രദ്ധാരാം വന്നിട്ടുള്ളത് 4 ധർമ്മരക്ഷയാണ്. അതുപോലെ ഡി മദൻ മോഹൻ മാളവ്യ വന്നിട്ടുള്ളത് ഹിന്ദു ധർമ്മോപദേശയാണ് ആൻസർ വന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ചാമനാസ് ഓർ ചൗഹാൻസ്. ചാമനാസ് അല്ലെങ്കിൽ ചൗഹാൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 1 ആണ്. ABC ആൻഡ് D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറേഞ്ച് ദ ഫോളോയിങ് ഈവൻറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ചോളാസ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡേഴ്സ്. ചോളാസിന്റെ കാലഘട്ടത്തിൽ നടന്നിരുന്ന കുറച്ച് ഈവൻറ്റ്സ് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. CA, B, D, E ആണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഗേവ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കോർട്ട് ട്രയൽ ഓഫ് 1921 ഓൺ ചാർജസ് ഓഫ് സെഡിഷൻ. ഇന്ത്യ ബിലോങ്സ് ടു ഇന്ത്യൻസ്, വി ദെർഫോർ ഡിമാൻഡ് ഇൻഡിപെൻഡൻസ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് 3 കേശവ് വലിറാം ഹദ്ഗേവാർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് നായകാസ്. നായകാസുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ACE ആണ്. എ നുനിറ്റ് സെയ്സ് ദാറ്റ് ദർ വർ റഫ്ലി 300 നായക്സ് ഇൻ ദ വിജയനഗർ എംപയർ. വിജയനഗർ എംപയറിൽ 300ഓളം നായകാസ് ഉണ്ടായിരുന്നു. അതുപോലെ സി സ്റ്റെയിൻ ആർഗ്യൂഡ് ദാറ്റ് നായകാസ് were territorial magnates in their own റൈറ്റ്. അവർക്ക് അവരുടേതായ റൈറ്റ്സ്, ടെറിട്ടോറിയൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ സെഞ്ചി, തഞ്ചാവൂർ ആൻഡ് മധുരൈ വേർ 3 ഡൊമിനന്റ് നായകാസ്. അവിടെ ഡൊമിനന്റ് ആയിട്ടുള്ള 3 ഡൊമിനന്റ് നായകാസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ജൈനിസം. ജൈനിസമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത് 4 ആണ്. A, B, C ആൻഡ് E ആണ്. എ മഹാവീര എംബസൈസ്ഡ് ഓൺ ദ ലോ ഓഫ് ബ്രഹ്മചാര്യ ആൻഡ് ബി ദ ഡോക്ട്രൈൻ തോട്ട് ബൈ മഹാവീര വാസ് കണ്ടെയ്നഡ് ഇൻ 14 ഓൾഡ് ടെക്സ്റ്റ് കോൾഡ് പൂർവാസ്. അതുപോലെ സി the 12 Angas were compiled at the council held at Patliputra, and the final compilation of the sculptures took place at the council held at Vallabi. ഈ വരുന്നത് the final compilation of the scriptures took place at the council held at Vallabi. അതുപോലെ ഇതിന്റെ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത് 4 A, B, C, E ഓൺലി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടതിൽ മാച്ച് ദ ലിസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ബുക്സും ഓതേഴ്സും ആണ്. ഫസ്റ്റ് ഗുലാസത്തൽ തവാരിഖ്, 3 സുജൻ റായി ആണ്. അതുപോലെ റിയാസ് സലാത്തിൻ, ഗുലാം ഹുസൈൻ സാലിം ആണ്. അതുപോലെ മുൻതഖാബുൽ ലുഖാബ് കാഫി ഖാൻ ആണ്. അതുപോലെ ഡി സിയാറുൽ മുത്തഖരിൻ, അതിന്റെ ഓതർ വന്നിട്ടുള്ളത് ഗുലാം ഹുസൈൻ ആണ്. ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 1 ആണ്. അടുത്തതും ഒരു മാച്ച് ദ ലിസ്റ്റ് ഫോളോ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് വന്നിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി. അതുപോലെ കോൺഗ്രസ് നാഷണലിസ്റ്റ് പാർട്ടി മദൻ മോഹൻ മാളവ്യ. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി BR അംബേദ്കർ. കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 2 ആണ്. The Neolithic site of T. Narsipur is located which of the following state? ടി നർസിപ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് 3 കർണാടകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാമാനുജാര്യ കമന്ററി ഓൺ ദ വേദാന്ത സൂത്രാസ് വിച്ച് പ്രൊപ്പൗണ്ടഡ് ദ ഫിലോസഫി ഓഫ് വിശിഷ്ടാദ്വൈത ഈസ് കോൾഡ്. ആൻസർ ശ്രീഭഷ്യ ആണ്. സെക്കൻഡ് ശ്രീഭഷ്യ ആണ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഓഫ് ദ യൂറോപ്യൻ കൊമേഴ്ഷ്യൽ ഇന്റർപ്രൈസസ് ഇൻ ഇന്ത്യ ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. ഇന്ത്യയിലെ യൂറോപ്യൻ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് DABEC, ഓപ്ഷൻ 2 ആണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് റിലേറ്റഡ് വിത്ത് റയറ്റ്വാരി സെറ്റിൽമെന്റ്സ് ഇൻ ക്രൊണോളജിക്കൽ സീക്വൻസ്. റയറ്റ്വാരി സെറ്റിൽമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവന്റ്സ് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ 2 ആണ്. BCDE ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. താഴെ കൊടുത്തിരിക്കുന്ന ഇവന്റ്സ് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ്. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് EADBC ആണ്. ഫസ്റ്റ് ആണ് ആൻസർ വന്നിട്ടുള്ളത്. അടുത്തത്, അജീവികാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് A, B, C, D ആണ്. ദ അജീവികാസ് സെക്ട് എമേർജ്ഡ് അറ്റ് ദ സെയിം ടൈം ആസ് ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധിസവും ജൈനിസവും എമേർജ് ചെയ്തിരുന്ന ആ സെയിം കാലഘട്ടത്തിൽ തന്നെയാണ് അജീവിക സെക്റ്റും എമേർജ് ചെയ്തിട്ടുള്ളത്. B, ദ അജീവികാസ് വേർ അസെറ്റിക് ഹു ഫോളോവഡ് റിഗോറസ് ഡിസിപ്ലിൻ. അതുപോലെ സി പറയുന്നത്, ദ അജീവികാസ് ബിലീവഡ് ദാറ്റ് ദ ഹോൾ യൂണിവേഴ്സ് വാസ് കണ്ടീഷണഡ് ആൻഡ് ഡിറ്റർമിനേറ്റ് ബൈ നിയതി ഓർ ഡെസ്റ്റിനി. ഡെസ്റ്റിനി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അജീവികാസ് പറയപ്പെടുന്നത്. അതുപോലെ ഡി, നോ സ്ക്രിപ്റ്റേഴ്സ് ഓർ ദ അജീവികാസ് ആർ അവൈലബിൾ ടു അസ്. ദ ലിറ്റിൽ വി നോ അബൌട്ട് ദം ഹാസ് ടു ബി റീകൺസ്ട്രക്റ്റഡ് ഫ്രം ദ ബുദ്ധിസ്റ്റ് ആൻഡ് ദ ജൈൻ ലിറ്ററേച്ചർ. അവരെ ഈ അജീവികാസിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ സോഴ്സസ് ഒന്നും അവൈലബിൾ അല്ല. നമ്മൾ കൂടുതലും ബുദ്ധിസ്റ്റ് ആൻഡ് ജൈൻ ലിറ്ററേച്ചറിൽ നിന്നാണ് അവരെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കുന്നത്. ഇതൊക്കെയാണ് ഈ അജീവികാസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ആണ് കറക്റ്റ് ഓപ്ഷൻ, 1 ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഹു അമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് എ വിഷ്ണുകുണ്ടിൻ കിങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിഷ്ണുകുണ്ടിൻ കിങ് അല്ലാത്തത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ആണ് ഗോപവർമ്മൻ. നെക്സ്റ്റ് വന്നിട്ടുള്ളത്, ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ദ ഫേമസ് വർക്ക് ഓഫ് മ്യൂസിക് തൊഹ്ഫത്തുൽ ഹിന്ദ് വാസ് കമ്പോസ്ഡ്. തൊഹ്ഫത്തുൽ ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് വർക്ക് ഓൺ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഔറംഗസീബ്. ഫസ്റ്റ് ഔറംഗസീബ് ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഫിറോസ് ഷാ തുഗ്ലക്ക് ഡെവലപ്പ് ചെയ്തിരുന്ന ദാറുൽ ഷിഫ ഡൽഹി എന്ത് പർപ്പസിനാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ടു ഫ്രീ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ എന്നതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഹു അമംഗ് ദ ഫോളോയിങ് ഓതേഴ്സ് റോട്ട് ദ ബുക്ക് ടൈറ്റിൽഡ് ഫോറിൻ നോട്ടീസസ് ഓഫ് സൗത്ത് ഇന്ത്യ. അതിന്റെ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത് KA നീലകണ്ഠ ശാസ്ത്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഹൗ മെനി ഹിൽ ഫോർട്ട്സ് ഡിഡ് ശിവജി ഹാവ് ഇൻ ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ പ്രാന്ത് പൻഹല കറസ്പോണ്ടിങ് വിത്ത് വെസ്റ്റേൺ പാർട്സ് ഓഫ് കൊൽഹാപൂർ. ശിവജിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ വരുന്നത് 313 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അറേഞ്ച് ദ ബിഗിനിങ് ഓഫ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. ക്രൊണോളജിക്കൽ ഓർഡറിൽ താഴെ കൊടുത്തിരിക്കുന്ന ന്യൂസ് പേപ്പേഴ്സ് അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിന്റെ ആൻസർ 2 ആണ്. AEBCD ആണ് ആൻസർ വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ഇൻകോർപ്പറേറ്റഡ് ദ ഡിമാൻഡ്സ് ആൻഡ് ദ aspiration of free traders, the Bendamete reformist and evangelicals. ക്വസ്റ്റ്യന്റെ ആൻസർ വന്നിട്ടുള്ളത് 2 ആണ്. ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് കൈലാസനാഥ ടെമ്പിൾ അറ്റ് എല്ലോറ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർക്കിടെക്ചർ മായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പാസേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെമ്പിൾസ് ഈസ് ബീങ് റെഫേർഡ് ഇൻ ദ പാസേജ്. ഈ പാസേജിൽ ഏത് ടെമ്പിൾ ആണ് പറയപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോ ഫസ്റ്റ് വന്നിട്ടുള്ളത് കൈലാസ ടെമ്പിൾ അറ്റ് എല്ലോറ ആണ് ആൻസർ വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. താഴെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ബിസൈഡ് ദ ടെമ്പിൾ മെൻഷൻ ഹിയർ ബുദ്ധിസ്റ്റ് ആൻഡ് ജൈൻ സ്ട്രക്ചേഴ്സ് ടു ആർ ലൊക്കേറ്റഡ് അറ്റ് ദിസ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്. ഈ ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റിൽ ബുദ്ധിസ്റ്റും ജൈൻ സ്ട്രക്ചേഴ്സ് കൂടി ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് ഈ ഒരു ആൻസർ വന്നിട്ടുള്ളത്.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ദിസ് ടെമ്പിൾ? ആൻസർ വന്നിട്ടുള്ളത് 3 ആണ്. ദ മോണുമെന്റ്സ് ആസ് ഇറ്റ് സൈറ്റ് വേർ ദ ടെമ്പിൾ ഈസ് ലൊക്കേറ്റഡ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സ്റ്റേറ്റ്. യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നതാണ് ഈ ഒരു ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഹു അമംഗ് ദ ഫോളോയിങ് ബിൽഡ് ദ ടെമ്പിൾ ഡിസ്ക്രൈബ്ഡ് ഹിയർ? ഈ ഒരു പാസേജിൽ കൊടുത്തിട്ടുള്ള ടെമ്പിൾ ആരാണ് ബിൽഡ് ചെയ്തത്? കൈലാസനാഥ ടെമ്പിൾ അറ്റ് എല്ലോറ ആരാണ് ബിൽഡ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഫസ്റ്റ് കൃഷ്ണ ഫസ്റ്റ് ആണ്. ആദ്യത്തെ ഫസ്റ്റ് കൃഷ്ണ ഫസ്റ്റ് ആണ്. ഓക്കെ, അടുത്തൊരു പാസേജ് വന്നിട്ടുള്ളത്, അതിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ടെമ്പിൾ ഈസ് കറക്റ്റ്? ദ ടെമ്പിൾ ഈസ് എ കംപ്ലീറ്റ് മൊണോളിത്തിക് സ്ട്രക്ചർ എന്നുള്ളതാണ് ആൻസർ. 3 ആണ് ആൻസർ. ഇത് വേറൊരു പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബുക്ക് ഓതർ ബൈ സർവേപ്പള്ളി രാധാകൃഷ്ണൻ? സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ വർക്ക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അദ്ദേഹത്തിന്റെ വർക്ക് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് 4 തോട്ട് ഫോംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, who said I am proud to belong to nation which has sheltered the persecuted and the refugees of all religion and all nation of the earth? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ 3 സ്വാമി വിവേകാനന്ദയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, who is the author of book Ancient Wisdom? ആൻസർ ഫസ്റ്റ് ആനി ബസന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ദിസ് പാസേജ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു ഫോളോയിങ് തിങ്കർ? ഏത് തിങ്കറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പാസേജ് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ആൻസർ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്. 2 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വൈ ഈസ് ദ ഓതർ ഓഫ് ദ പാസേജ് ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഹിന്ദു സൊല്യൂഷൻ ഓഫ് ദ കോൺഫ്ലിക്ട് ഓഫ് റിലീജിയൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വന്നിട്ടുള്ളത് 3 ആണ്. എ സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി പെർവേർഡ്സ് ദ ഹിന്ദു റിലീജിയൻ എന്നുള്ളതാണ് ആൻസർ. നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മുടെ കഴിഞ്ഞ നെറ്റ് ഹിസ്റ്ററി എക്സാമിന്റെ 100 ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഒന്ന് വായിച്ചു അതിന്റെ ആൻസർ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്കും കാര്യങ്ങളിലേക്കും വരുന്ന വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ഹിസ്റ്ററി എക്സാമിനെ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിലാണ് ഈ ഒരു എക്സാം വന്നിട്ടുള്ളത്. ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂടിയതായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻസ് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ ക്രൊണോളജിക്കൽ അറേഞ്ച് ചെയ്യാനുള്ള, ക്രൊണോളജി ബേസ്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്യാനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.